ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പൊ നമുക്കറിയാം ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 6-7ഓളം പോസ്റ്റുകൾ ഉണ്ട്. അതെല്ലാം എല്ലാവരും അപ്ലൈ ചെയ്ത് പഠനം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കാരണം ദേവസ്വം ബോർഡിന് നമുക്കറിയാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും, എക്സാം നടത്തും, റാങ്ക് ലിസ്റ്റ് വരും, എല്ലാം പെട്ടെന്ന് നടന്നൊരു ബോർഡാണ് ദേവസ്വം KDRB എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി എന്തില്ല, നമുക്ക് അവിടെ മാറ്റി വയ്ക്കാനുള്ള സമയമില്ല. എല്ലാവരും നല്ല രീതിയിൽ പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അവിടുത്തെ ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കതെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഏതൊക്കെ ക്ഷേത്രങ്ങൾ പഠിക്കും, അവിടുത്തെ എന്തൊക്കെ ആചാരങ്ങൾ നമുക്ക് പഠിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് വരുന്ന ക്ഷേത്രങ്ങളെ പ്രത്യേകതകൾ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റിനും പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ വെച്ച് നടന്നിരുന്ന ഉത്സവം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം LDക്ക് വന്ന ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ചെയ്തവരെല്ലാവർക്കും അറിയാം. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ വെച്ച് നടന്ന ഉത്സവം ഏതാണ്? മാമാങ്കമാണ് അല്ലെ, മാമാങ്കമാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നത് നമ്മുടെ ഓപ്ഷനിലായിരുന്നു എന്തുള്ളത്, തിരുനാവായ വരുന്നത്. ഓക്കെ, ഓപ്ഷനിലായിരുന്നു തിരുനാവായ വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ഒരു എക്സാമിന് വന്നത് തിരുനാവായ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഓപ്ഷനിൽ കാണുന്ന ഇപ്പൊ ഇവിടെ പടയണി, പൂരക്കളി, മാമാങ്കം, വേലകളി, അങ്ങനെ ഓപ്ഷനിൽ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ മാമാങ്കമാണ് ഇവിടെ ആൻസർ എങ്കിലും ഓപ്ഷനിലുള്ള ബാക്കി കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നോക്കിയിട്ട് പോകണം. എന്താണ് പടയണിയുടെ പ്രത്യേകത, എന്താണ് പൂരക്കളിയുടെ പ്രത്യേകത, വേലകളി അത് ഏത് ജില്ലയിലാണ് നടക്കുന്നത്, അത്തരം കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം, ഒരു ചോദ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്പെഷ്യൽ ടോപ്പിക് പഠിക്കേണ്ടത്. ഈ ഒരു ചോദ്യം ഈസി ആയിരുന്നു. മാമാങ്കമാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തിരുനാവായയിൽ വെച്ച് നടന്നിരുന്ന ഉത്സവം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്: മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചന്ദനക്കാവ് ക്ഷേത്രമാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ചന്ദനക്കാവ് ക്ഷേത്രമാണ്. ഇതിനു മുമ്പ് നടന്നൊരു എക്സാമിലെ ചോദ്യമായിരുന്നു. ആ ഒരു ഓപ്ഷനിൽ എന്തുണ്ട്, നമ്മുടെ ഗുരുവായൂരുണ്ട്, നാവാമുകുന്ദ ക്ഷേത്രമുണ്ട്, തളി ക്ഷേത്രമുണ്ട് അല്ലെ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഗുരുവായൂർ LDക്ക് തളി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, രേവതി പട്ടത്താനം ചടങ്ങ് നടക്കുന്നത് എവിടെയാന്നുള്ളൊരു ചോദ്യം. ഓക്കെ, അതെവിടെയാണ്, തളി ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, നാവാമുകുന്ദ ക്ഷേത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ ആൻസർ ചന്ദ്രക്കാവ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിന് ഈ ഓരോ ഓപ്ഷനിലുള്ള ഓരോ അമ്പലങ്ങളും അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തൊട്ടടുത്ത എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചിട്ട് പോവാ. എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പോവാ. പിന്നെ നാവാമുകുന്ദ ക്ഷേത്രം നമ്മൾ പഠിച്ചു, അത് ഏത് നദിയാണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് നാവാമുകുന്ദ ക്ഷേത്രം ഉള്ളത്. പിന്നെ തളി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലാണ്. രേവതി പട്ടത്താനം എന്ന ചടങ്ങ് നടക്കുന്ന എവിടെയാണ്, തളി ക്ഷേത്രമാണ്. അപ്പം ഓപ്ഷനുള്ള ബാക്കി ക്ഷേത്രങ്ങളും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിട്ട് പോവാം. ഇനി അടുത്തത് തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം: തിരുവൈരാണിക്കുളം, വള്ളിക്കാവ്, കൊട്ടിയൂർ ക്ഷേത്രം, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഏതാണ് തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം എന്നറിയപ്പെടുന്നത്, ഏതാണ്, കൊട്ടിയൂർ ക്ഷേത്രമാണ്. കൊട്ടിയൂർ ക്ഷേത്രമാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷനിലെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും മുൻപ് വന്നിട്ടുണ്ട്. അതിലൊരു ചോദ്യമാണിത്: പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കുള്ളൂ. എവിടെയാണത്? അതിന്റെ ആൻസർ എവിടെയാണ്? പാർവതിയുടെ നട കൊല്ലത്തിൽ ഒരു 12 ദിവസം മാത്രമേ തുറക്കുള്ളൂ. അത് ധനുമാസത്തിലാണ്. അത് ഏത് ക്ഷേത്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. ആലുവയ്ക്കടുത്ത് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലാണ് പാർവതിയുടെ നട കൊല്ലത്തില് ധനുമാസത്തിലെ 12 ദിവസം മാത്രം തുറക്കുന്നത്. ഈ തിരുവൈരാണിക്കുളം നമ്മൾ എവിടെ കണ്ടു? ഇതിനു മുമ്പ് നടത്തിയൊരു എക്സാമിലെ ചോദ്യ പേപ്പറിൽ കണ്ടു അല്ലെ. അപ്പൊ തിരുവൈരാണിക്കുളം കൃത്യമായിട്ട് നോക്കിപ്പോയ ഒരാൾക്ക് പിന്നെ ഒരു എക്സാമിന് തിരുവൈരാണിക്കുളം ചോദ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ക്ഷേത്രങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓപ്ഷനുള്ള ക്ഷേത്രങ്ങൾ നിർബന്ധമായിട്ടും നോക്കി പോവാ. അടുത്തത് വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത: മള്ളിയൂർ ഗണപതി, ചക്കംകുളങ്ങര സിദ്ധിവിനായകൻ,
ഉദയനാപുരം സുബ്രഹ്മണ്യൻ, പറപ്പുക്കര സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇതിലേതാണ്? വൈക്കം. വൈക്കത്തപ്പന്റെ പുത്രനാണ് സങ്കല്പുള്ള എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിലുള്ള ബാക്കിയുള്ള ഓപ്ഷനിലെ ക്ഷേത്രങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഉദയനാപുരം എന്ത് ചെയ്യാ നോക്കിയിട്ട് പോവാ. ഓക്കെ, അടുത്തത് സോപാന സംഗീതമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് സ്ഥിരമായിട്ടൊരു ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഏത്? ഈ സോപാന സംഗീതമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ സോപാന സംഗീതം, അതിലെ കലാകാരന്മാര്, അതിലെ വാദ്യങ്ങള് അല്ലെ എപ്പോഴാണ് വായിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോപാന സംഗീതമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗീതാഗോവിന്ദമാണ്. ഓക്കെ, ഏതാണ്? ഗീതാഗോവിന്ദമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് സന്താനഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഏത്? ഗുരുവായൂർ, പൂർണ്ണത്രയീശ ക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം, തിരുവാർപ്പ്. ഇതിലെവിടെയാണ് സന്താനഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഏത് എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്, പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. ഇതിലെ ഓപ്ഷനിലുള്ള ബാക്കി ഗുരുവായൂർ ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദ്യങ്ങൾ ഒരുപാട് വന്ന ക്ഷേത്രമാണ്. വടക്കുംനാഥ ക്ഷേത്രം പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നു, വടക്കുംനാഥ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ തിരുവാർപ്പ് നമുക്കറിയാം അല്ലെ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. പിന്നെ തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ്? അവിടുത്തെ പായസ നിവേദ്യത്തെയാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ ഓപ്ഷനിലുള്ള ബാക്കി 3 ക്ഷേത്രങ്ങളും ഒരുപാട് എക്സാമുകൾക്ക് ചോദ്യം വന്നിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഓക്കെ, അടുത്തത് ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? വടക്കുംനാഥൻ, പാറമേക്കാവ്, വള്ളിയൂർക്കാവ്, വടക്കുറുമ്പക്കാവ്. ഏതാണ്? നമ്മൾ ഇലഞ്ഞിത്തറ മേളം കേട്ടിട്ടുണ്ട് അല്ലെ. ഇലഞ്ഞിത്തറ മേളം നമ്മൾ എവിടെയാണ്? തൃശ്ശൂർ പൂരത്തിലാണ് നമ്മൾ ഇലഞ്ഞിത്തറ മേളം കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതിൽ വടക്കുംനാഥനുണ്ട്, പാറമേക്കാവുണ്ട് അല്ലെ. അത് രണ്ടുമായിരിക്കും കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ വകയാണ് എന്ത്? ഇലഞ്ഞിത്തറ മേളം. തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഏത്? ഈ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണിത്. ക്ഷേത്രത്തിന്റെ ഇതുവരെ നമ്മൾ ക്ഷേത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ ക്ഷേത്രവും അതിന്റെ പ്രത്യേകതകളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു നോക്കിയിരുന്നെങ്കിൽ, ഇത് കുറച്ച് ഡീപ്പായിട്ട് കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ക്ഷേത്രഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ്? ശിരസ്, ഉദരം, ഹസ്തം, പാദം. ഓക്കെ, അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകം പോലെയുള്ളതാണ് ഇത്. ഏത്? ഗർഭഗൃഹം ശിരസും, അകത്തെ ബലിവട്ടം മുഖവും, നമസ്കാര മണ്ഡപം കഴുത്തും, നാലമ്പലം കൈകളും, പുറംവാതിലുകൾ മുട്ടുകളും, ഗോപുരം പാദങ്ങളായും. ഓക്കെ, എന്തൊക്കെയാണ്? ഗർഭഗൃഹം ശിരസായിട്ടും, അകത്തെ ബലിവട്ടം മുഖമായിട്ടും, നമസ്കാര മണ്ഡപം കഴുത്തായിട്ടും, നാലമ്പലം കൈകളും, പുറംവാതിൽ മുട്ടുകളായിട്ടും, ഗോപുരം പാദങ്ങളുമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളോട് എന്താ ചോദിച്ചത്? ക്ഷേത്രത്തിന്റെ ഗോപുരം അല്ലെ, ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഏത് അവയവം? നമ്മൾ എന്താ പഠിച്ചത്? ഗോപുരം പാദങ്ങളായിട്ടാണ് അല്ലെ, ഗോപുരം പാദങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് അപ്രോച്ച് ചെയ്യണം. നമ്മൾ ഈ ഒരു ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന സമയത്ത്, ദേവസ്വം LD സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നത് നമുക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെ. 15 മുതൽ 20 അതിനുള്ളിൽ ചോദ്യങ്ങൾ എന്തായാലും വരുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് LD ക്ലർക്ക് പോലുള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ചോദ്യം വളരെ ഈസി ആയിട്ടാണ് കഴിഞ്ഞ LDക്ക് ഒക്കെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കട്ട് ഓഫ് കൂടുന്ന സമയത്ത് തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ നന്നായിട്ട് നോക്കുക. ആ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ ഓപ്ഷനിൽ വന്നിരിക്കുന്ന ക്ഷേത്രങ്ങളെ കുറിച്ച്, ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ഉത്സവങ്ങളെ പറ്റിയും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ പഠനം തുടങ്ങുന്ന സമയത്ത്, ഈ അടുത്ത LDക്ക് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം മുതൽ പുറകോട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക് ഇതേപോലെ ഓപ്ഷനിൽ നിന്ന് നോക്കിയിട്ട് ഓപ്ഷനിലുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്കും അതുപോലെ നമുക്കറിയാം കൊച്ചിൻ ദേവസ്വം ബോർഡ് LD ഉണ്ട്, കൂടൽമാണിക്യം ദേവസ്വം LD ഉണ്ട്. ഇത്രയുമാണ് LD ക്ലർക്ക് വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണിത്, ദേവസ്വം ബോർഡ് LD എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നമുക്കറിയാം ഏകദേശം 113ഓളം ഒഴിവ് ഇപ്പൊ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി കൂടുക ചെയ്യുന്നുള്ളൂ.
അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം നമ്മുടെ എക്സാമിന് എന്താണ് കുറച്ച് സമയം മാത്രമാണ് അല്ലെ, കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ എക്സാമിനുള്ളത്. 30-ാം തീയതി അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ദേവസ്വം ബോർഡിന്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ഏതൊരു എക്സാം എഴുതുന്ന സമയത്തും ഏതൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് പോകണം അല്ലെ. ടൈം ടേബിൾ അനുസരിച്ച്, ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് റിവിഷൻ ടെസ്റ്റ് എഴുതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്.